ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി ഇറങ്ങിയത്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലായിടവും അതിൻ്റെ ലൈറ്റും കളറും ഒക്കെ ആയിട്ടിരിക്കും. അപ്പം കൂടെ അതൊക്കെ ഒന്ന് കാണാം, അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയൊന്നുമില്ല, ഇപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്. ഒന്നൊരു ചെറിയ ഷോപ്പിംഗ് മാർക്കറ്റ് പോലെയും പിന്നെ ഒന്നൊരു ഷോപ്പിംഗ് മോള്, ഒരു സെൻറ്റർ പോലെ, ഷോപ്പിംഗ് സെൻറ്റർ പോലെയാണ്. ഞാനിങ്ങനെ ഓരോ കാഴ്ച കാണുമ്പോൾ ആദ്യയോട് പറയാൻ തുടങ്ങുമായിരുന്നു. ആദ്യം എപ്പോഴെങ്കിലും വണ്ടിയിൽ കയറി കുറച്ച് കഴിയുമ്പോഴേ ഉറങ്ങും. പിന്നെ തിരിച്ച് വരുമ്പോൾ പറയും, അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ഇനി എന്തായാലും അവിടെ ചെല്ലുമ്പോൾ വിളിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എല്ലായിടവും ക്രിസ്മസിൻ്റേതായ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ വൈകിട്ട് ഇറങ്ങിയത് കൊണ്ട് നന്നായിട്ട് ബ്രൈറ്റായിട്ട് കാണാനും പറ്റുന്നുണ്ട്. സോ നമുക്ക് കൂടുതൽ കാഴ്ചകളെല്ലാം നമുക്കതിൻ്റെ കാണാം. വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ടോക്ക് ഡയറീസ്. ഈ എൻട്രൻസ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ കാണാം. എല്ലായിടവും ക്രിസ്മസിൻ്റേതായിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. നൈറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതായിട്ട് വ്യൂസ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് നന്നായിട്ട് കണ്ട് ഇഷ്ടമാകും. അതേപോലെയായിരുന്നു അവർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് കാർ പാർക്കിലേക്കാണ്. അവിടെ ചെന്ന് കാർ പാർക്ക് ചെയ്തിട്ട്, ഇതെല്ലാം ഷോപ്പുകളാണ്, ഓരോ ബ്രാൻഡഡ് ഷോപ്പുകളാണ്. നമുക്കത് എല്ലാം കയറി ഇറങ്ങി കാണാം. അപ്പോൾ ഇപ്പോൾ പോകുന്നത് പാർക്കിലേക്കാണ്. പാർക്ക് ചെയ്ത് ചെന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് പോവുകയാണ്. ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ നിറയെ വണ്ടികളുണ്ടായിരുന്നു, ഒരുപാട് തിരക്കാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടിയുള്ള പാർക്കിംഗ് സൈറ്റ് നോക്കി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈറ്റ് കിട്ടി. നമ്മളങ്ങനെ പാർക്ക് ചെയ്തു. മഴ അത്യാവശ്യം ഒന്ന് തോർന്നു, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് നടന്ന് പോകാമായിരുന്നു. പക്ഷേ ആദ്യം ഈ യാത്രയിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ അതിനെ എടുത്തിട്ട് വിളിച്ചിട്ടൊന്നും എഴുന്നേറ്റില്ല ആദ്യം. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം അകത്തൊക്കെ കയറി നടന്ന് കഴിയുമ്പോൾ ആദ്യം പതുക്കെ എഴുന്നേക്കും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ. അങ്ങനെ വിചാരിച്ചു. ചെറിയ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്, എന്നാലും വലിയതായിട്ട് പ്രശ്നമില്ല. ചെറിയ മഴച്ചാറ്റെല്ലാം ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുത്തെ ഡിസൈൻ ഇങ്ങനെ ആയതുകൊണ്ട് സെൻറ്ററിൽ കൂടെ നമുക്കിങ്ങനെ നന്നായിട്ട് സ്പേസ് ഉണ്ട്, ഇങ്ങനെ വോക്ക് ചെയ്യാം. നമുക്ക് സൈഡിൽ സൈഡും ഷോപ്സൊക്കെ കാണാവുന്നതുകൊണ്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. അത് നല്ലൊരു ഡിസൈനിങ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് ഈസി ആയിട്ട് പോകാനും പറ്റും. ആ ഒരു ക്രൗഡ്നെസ് തോന്നില്ല. ഞങ്ങളിങ്ങനെ ജാക്കറ്റും ഷൂ ഒക്കെ വാങ്ങണമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പം ഇടയ്ക്ക് കട കണ്ടപ്പോൾ അതിലൊന്ന് കയറി നോക്കി. പിന്നെ ബാക്കിയെല്ലാം ഒന്ന് കണ്ടിട്ട് ഏത് ചൂസ് ചെയ്യാമെന്നിങ്ങനെ കരുതി. അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ എല്ലായിടും ഒന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചു. കൂടുതൽ ഷോപ്പിൽ കയറി സാധനങ്ങൾ വാങ്ങുന്നതിൽ ഉപരി നമുക്കതെല്ലാം ഒന്ന് കാണാനായിരുന്നു ഞങ്ങൾക്ക് കൂടുതലും കൗതുകം. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം അവിടെല്ലാം കൂടുതലും നടന്ന് കാണാൻ ശ്രമിക്കുകയായിരുന്നു. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കണ്ണൊരു പ്രത്യേക ഒരു കുളിർമയും മൊത്തം ഒരു ശാന്തമായ, അവിടെ തിരക്കുണ്ട്, ആളുണ്ടെങ്കിലും ആ ഒരു ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു അതുവഴി നടക്കാൻ. മഴയൊക്കെ ഇന്ന് അവിടെയുള്ള ബെഞ്ചും സീറ്റിങ്ങും ഒക്കെ നനഞ്ഞു കിടക്കുന്നുണ്ട്, എവിടെ ഇരിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് എങ്ങനെ ഇരുന്ന് പതുക്കെ പോകുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു രസം അത്ര രസമായിട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഒരു പെർഫ്യൂമിൻ്റെ കട കണ്ടു. നല്ല സ്മെല്ലായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ. അപ്പം ഞങ്ങൾ അതിനകത്ത് കയറി അതൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി.
വീഡിയോയിലും ഫോട്ടോയിലും അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിലും അല്പം ഒരു ബ്ലറായിട്ട് കാണുന്നെങ്കിലും ഉണ്ടല്ലോ, നേരിട്ട് കാണുമ്പോൾ നല്ല രസമായിരുന്നു. ആ ലൈറ്റും ഫുൾ ആ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് ആയിരുന്നു കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. 1-2 കടയിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഉഷാറായി. പിന്നെ ആദ്യം പതുക്കെ നടക്കാനൊക്കെ തുടങ്ങി. നടന്നെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് അവിടെ ഇങ്ങനെ വെള്ളം കിടക്കുന്നുണ്ടേ, അതിൽ പിന്നെ ചാടി നടക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഉടനെ വിശക്കുമല്ലോ, സ്വാഭാവികമാണല്ലോ. അങ്ങനെ പിന്നെ അവിടെ കയറി. ഡോണറ്റ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പായിരുന്നു. ആദ്യം ഡോണറ്റ്സ് ഉണ്ടപ്പോൾ പിന്നെ അത് വേണം. അങ്ങനെ ഞങ്ങളൊരു ചോക്ലേറ്റിൻ്റെ ഡോണറ്റ്സ് ഒക്കെ വാങ്ങി അവിടെ നിന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ അപ്പോഴാണ് എനിക്ക് തണുപ്പൊക്കെ ആണെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കണമെന്നൊരു കൊതി തോന്നി. അവിടെയൊക്കെ നമ്മൾ തപ്പിയെങ്കിലും കിട്ടിയില്ല. ഇനി എവിടെയെങ്കിലും ഒന്ന് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ്. ടാറ്റ തന്നെ, ടാറ്റ തന്നെ, ടാറ്റ കാണിക്ക്. ഓക്കെ. എവിടെ പോയാലും എനിക്ക് പെട്ടെന്ന് എന്നെ ആകർഷിക്കുന്ന ഒരു കാര്യം ചെടികൾ. അവിടെ നല്ല കുറച്ച് ചെടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ നോക്കുമായിരുന്നു. ഞങ്ങൾ കുറേ നേരം എന്തെങ്കിലും ഒരു ഷൂവിൻ്റെ കട നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ കയറി. പക്ഷെ നമുക്ക് അത്ര എന്താ പറയുന്നത്, അങ്ങോട്ട് ആദ്യമൊക്കെ ഷൂ നോക്കുമായിരുന്നു ചെറുത്. എത്ര ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി ഞങ്ങൾ പിന്നെ അങ്ങ് പെട്ടെന്ന് പുറത്തിറങ്ങി. കുറേ നേരം ഞങ്ങൾ നോക്കി കേട്ടോ. ഷൂ ഉണ്ടായിരുന്നു, കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യക്ക് പറ്റി ചെറുത് നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ വീണ്ടും ഒരു ജാക്കറ്റൊക്കെ കണ്ട് അങ്ങനെ ഒരു കടയിൽ കയറിയതാണ്. പക്ഷെ ഞങ്ങൾ കുറേ നേരം അവിടെ തിരഞ്ഞു നോക്കിയെങ്കിലും വലിയ ജാക്കറ്റുകൾ കുറേ കിട്ടി. നമ്മൾ ആദിക്ക് വേണ്ടി ഒരു ചെറുത് നോക്കിയായിരുന്നു, അത്ര നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറേ പക്ഷേ ജാക്കറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നോക്കി, പക്ഷേ ആദ്യക്കുള്ള ചെറുത് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ അതിനകത്തെല്ലാം കറങ്ങി കുറച്ച് നേരം തിരഞ്ഞു പെറുക്കി നോക്കിയിട്ട് ഞങ്ങളിങ്ങ് ഇറങ്ങി. ഇനിയുണ്ടല്ലോ ഷോപ്സ്, എവിടെയെങ്കിലുമൊക്കെ കയറി കണ്ടുപിടിക്കാമെന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ കുറേ നേരം അതിനകത്ത് നടന്നു. പിന്നെ അങ്ങനെ ഞങ്ങളൊരു ഗിഫ്റ്റ് ഷോപ്പ് അതായിരുന്നു. കുറേ ഗിഫ്റ്റ് നമ്മൾ അതിൽ നിന്ന് 1-2 സെലക്ട് ചെയ്തു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറേ ക്രിസ്മസ് ഗിഫ്റ്റുകളും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം പോകുന്നൊരു സ്ഥലം ഇവിടെ. ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കി, അതെന്താ അതിൻ്റെ ഉപയോഗം അതൊക്കെ വെച്ച് നോക്കും. അങ്ങനെ കുറച്ച് നേരം എടുക്കും. അപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു 2 പോകാനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ എടുക്കാൻ സമയം നമുക്ക് കിട്ടത്തില്ല. നമുക്ക് 2 പോകാനുള്ളതുകൊണ്ട് എന്നൊക്കെ. എങ്കിലും ഞാൻ ഉള്ള സമയത്ത് എല്ലായിടും ഒന്ന് ഓടി നടന്ന് കാണാൻ ശ്രമിച്ചു. ഇടയ്ക്കൊക്കെ പിന്നെ ഇങ്ങനെ സ്നാക്ക് ബാറുകളും കോഫി ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് നടന്നു. എന്നാൽ ഒരുപാട് മഴയില്ല, ഒരുപാട് തണുപ്പില്ലായിരുന്നു. അതുകൊണ്ട് സുഖമായിരുന്നു നടന്നു പോകാൻ. ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയൊരു മഴയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അത് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നടന്നപ്പോഴേ ഒരു ഷോപ്പിനകത്ത് ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ചെറിയുടെയൊക്കെ ഒരു ട്രീ നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് കണ്ടുകൊണ്ട് കയറിയതാണ്. ആ ഡിഫ്യൂസർ വിൽക്കുന്നൊരു കടയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനകത്ത് കയറി ഡിഫറെൻറ്റ് ഫ്രാഗ്രൻസിലുള്ള ഡിഫ്യൂസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ ബോഡി ലോഷൻ അങ്ങനെയൊക്കെയുള്ള ലോഷൻസ് കാര്യങ്ങൾ ഒക്കെയാണല്ലോ, ബ്യൂട്ടി ഫാഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് മെയിനായിട്ട് ഞങ്ങൾ ആ ട്രീ കണ്ടാണ് അതിനകത്ത് കയറിയത്. കുറേ നേരം അവിടെ നിന്നിട്ട് അങ്ങനെ നമ്മൾ പുറത്ത് വന്നു.
പിന്നെ നമ്മൾ കയറിയ ഷോപ്പായിരുന്നു ഹോം ഡെക്കർ സെറ്റ് ചെയ്യുന്ന ഡ്രൈ ഫ്ലവേഴ്സും ഉണ്ട്. ഹോം ഡെക്കർ സെറ്റ് ചെയ്യുന്ന ഷോപ്പായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കളേഴ്സും ആ ഫ്ലവർ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാണാനും എടുക്കാനും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ അത് പാക്ക് ചെയ്യുന്നതൊക്കെ. 1-2 ഹോം ഡെക്കറും ക്രിസ്മസ് ഗിഫ്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. നമ്മളിനി പോകാൻ പോകുന്നത് ലീഫി വാലി ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. അതവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. കാണുമ്പോൾ മൊത്തം ഇരുട്ട് പോലെ തോന്നുമെങ്കിലും വൈകിട്ടേ ആയിട്ടുള്ളൂ. ഇനി അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി അവിടുത്തെ കാഴ്ചകൾ കാണാം. എന്തായാലും രണ്ടും നല്ല അനുഭവമായിരുന്നു. കാരണം വെച്ചാൽ രണ്ടും ഷോപ്പിംഗ് സ്പേസുകളാണ്. ഒന്ന് ഒരു ക്രിസ്മസ് മാർക്കറ്റ്, ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഓപ്പൺ സ്പേസ് പോലൊക്കെ ആയിരുന്നു. ഇതൊരു ഷോപ്പിംഗ് മോളാകുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ, കുറച്ചുകൂടെ എന്താ പറയുന്ന ഒരു ലാർജ് ഏരിയ. പിന്നെ രണ്ടിടത്തും ആളും തിരക്കുകളും എല്ലാം ഉണ്ട്. പക്ഷെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു രണ്ട് രീതികളിലും. നമ്മളിവിടെയും അതേപോലെ തന്നെ നോക്കുമായിരുന്നു. നേരത്തെ നമ്മൾ നോക്കിയപ്പോഴും ഷൂവും ജാക്കറ്റും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ അത് തന്നെ സെർച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെ ചെറിയ കുട്ടികളുടെ ഷൂ ആകുമ്പം അതിന് അത്ര ഇതില്ലല്ലോ വലിയ ആളുകളുടെ അനുസരിച്ചിട്ട്. പിന്നെ എല്ലായിടും തിരക്കായിരുന്നു, നിറയെ ആളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ കുറച്ച് നേരം നമ്മൾ നടന്നെങ്കിലും നമുക്ക് കിട്ടി. ആദ്യക്ക് നമുക്ക് ഷൂ കിട്ടി, അതേപോലെ ജാക്കറ്റും കിട്ടി. അതുകൊണ്ട് നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു. കുറേ നേരം നടന്ന് കുറേ കയറി ഇറങ്ങി നടന്നെങ്കിലും നമ്മൾ അന്വേഷിച്ച സാധനം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. താഴെയെല്ലാം ഷോപ്പുകളും മേളിൽ ഫുഡ് കോർട്ടും അങ്ങനെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കയറി മേളിൽ കൂടി ഇങ്ങനെ വന്നു നന്നായിട്ട് വ്യൂസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു മേളിൽ ചെന്നിട്ട്. കംപ്ലീറ്റ് പിന്നെ ക്രിസ്മസ് വൈബായതുകൊണ്ട് എല്ലായിടും കളർഫുള്ളായിരുന്നു, ബ്രൈറ്റായിരുന്നു. പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്ര കണ്ടവർ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിംഗ് മോളിന് ഉള്ളിൽ തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. നമുക്ക് കുറേ നേരം അവിടെ ഇരുന്ന് ഏകദേശം 1 മണിക്കൂറോളം എടുത്തു ഞങ്ങൾ അതിനകത്തുനിന്ന് ഇറങ്ങാൻ. ആദ്യം ഫുൾ അതുകൊണ്ട് എൻജോയ് ചെയ്തു. അതിനകത്തെല്ലാം ഓടിക്കളിച്ച് ചാടിക്കളിച്ച് നടന്നു. അതുകൊണ്ട് അവൻ നല്ല ഹാപ്പി ആയിരുന്നു. ഫോട്ടോ സൈറ്റായിട്ടുള്ള പല പല ഏരിയ ഉണ്ടായിരുന്നു. അവിടേക്ക് നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യം നന്നായിട്ട് അവിടെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ചെറിയ സ്റ്റേജ് പോലെ ആയിരുന്നല്ലോ. ആദ്യം അവിടെ ഭയങ്കര ഡാൻസും ഓടിച്ചാടി നടക്കുമായിരുന്നു. ടോട്ടലി ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. ആദ്യം ഞങ്ങളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ എല്ലാം ചാടിക്കളിച്ച് നടക്കുമായിരുന്നു കുറേ നേരം. ക്രിസ്മസ് വൈബും കാഴ്ചകളും ഒക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നമുക്കിനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.